ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഭഗവാനിൽ ഭക്തിയും വർദ്ധിക്കണം. എല്ലാവർക്കും സുഖം ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എനിക്ക് സുഖമാണ് മക്കളെ. മക്കൾ ചോദിച്ചല്ലോ അമ്മയെ സുഖമാണോ എന്ന്. എനിക്ക് സുഖം തന്നെയാണ്. തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. മക്കൾക്കും എല്ലാ മക്കൾക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഭഗവാന്റെ ഒരു കണ്ണനെ പറ്റിയൊരു നാമം ചൊല്ലാം. കൃഷ്ണ മുകുന്ദ മുരാരേ. കൃഷ്ണ മുകുന്ദ മുരാരേ. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കരുണാസാഗര കമലാനായക. കരുണാസാഗര കമലാനായക. കനകാംബരധാരി ഗോപാല. കനകാംബരധാരി ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കാളിയമർദ്ദന കംസനിഷൂദന. കാളിയമർദ്ദന കംസനിഷൂദന. കമലാദള നയന ഗോപാല. കമലാദള നയന ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കുടില കുന്തളം കുവലയദള നീലം. മധുരമുരളീരവലോലം കോടിമദനധാവണ്യം. ഗോപീ പുണ്യം ഭജാമി ഗോപാലം. ഗോപീജനമന മോഹന വ്യാപക. ഗോപീജനമന മോഹന വ്യാപക. കുവലയദള നീല ഗോപാല. കുവലയദള നീല ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കരുണാസാഗര കമലാനായക. കരുണാസാഗര കമലാനായക. കരുണാസാഗര കമലാനായക. കനകാംബരധാരി ഗോപാല. കനകാംബരധാരി ഗോപാല. കൃഷ്ണ മുകുന്ദ മുരാരേ. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. നമ്മൾ ഭാഗവതം പ്രഹ്ലാദ ചരിതമാണ് വായിച്ചുകൊണ്ടിരുന്നത്. പ്രഹ്ലാദനെ കാലും കൈയെല്ലാം കെട്ടിവരഞ്ഞ് മാളിക മുകളിൽ നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് ഇട്ടപ്പോൾ അമ്മ ദേവി മഹാമായായിരിക്കുന്ന പരാശക്തിയായിരിക്കുന്ന ആ ഭഗവാന്റെ ഭാര്യയായിരിക്കുന്ന പ്രകൃതി മാതാവ് കുഞ്ഞിനെ കരങ്ങൾ താങ്ങി പിടിച്ചെടുത്തു. അപ്പോൾ ഈ കുഞ്ഞെന്താ പറയുക? ചത്തു പിറന്നിതെന്നമ്മ തൃക്കയ്യതിൽ നിത്യമെനിക്കിനി മറ്റില്ലൊരാശ്രയം. എനിക്ക് ഈ അമ്മ അല്ലാതെ ഒരാശ്രയം എനിക്കില്ല. എൻ്റെ അമ്മയാകുന്നു ഈ ദേവി. ഭക്തപ്രിയേ വെടിയായ ഭവതിയും എന്നെ വെടിയല്ലേ. ഭക്തപ്രിയാകുന്ന അമ്മേ ഭവതി, എനിക്ക് വേറെ ആരും ആശ്രയമില്ല അമ്മേ. എന്നെ വെടിഞ്ഞു കളയല്ലേ. അത്യന്തം ആനന്ദഭൂതേ നമോസ്തുതേ. യുദ്ധം തൊഴുത് അപേക്ഷിച്ചു നിൽക്കും
നിജഭക്തനോടപ്പോൾ അരുൾ ചെയ്തു ഭൂമിയും സർവചര അചരധാത്രിയായി മേവിന സർവം സഹാ ദേവിയായതു ഞാൻ മമ ഭർത്തൃനിയോഗേന നിന്നെ രക്ഷിപ്പതിനത്യരം പ്രത്യക്ഷയായി വന്നതിങ്ങനെ പുത്ര നിനക്കിനിയും ബദ വേണ്ടുകിൽ അത്രൈവ മൽ സ്മൃതി ചെയ്യിലിവിടെ ഞാൻ പ്രത്യക്ഷയായി വന്നു സങ്കടം പോക്കുവൻ ചിത്തചാഞ്ചല്യമുണ്ടാകായി ഒരിക്കലും. നിനക്ക് ഒരു വിഷമവും ഉണ്ടാകണ്ട. എപ്പോൾ നീ എന്നെ സ്മരിക്കുക, അപ്പോൾ ഞാൻ അവിടെ വന്നിരിക്കും. നിനക്കൊരു സങ്കടവും വേണ്ട, മനസ്സിന് ഒരു വിഷമവും വേണ്ട. നാരായണ സ്വാമി സർവജഗൽ ഗുരു കാരുണ്യവാരിധി കാത്തുകൊള്ളും ദൃഢം. ഭഗവാൻ നാരായണസ്വാമി സർവത്തിൻ്റെ ജഗൽഗുരുവായിരിക്കുന്ന ഭഗവാൻ കാരുണ്യവാരിധി കാത്തുകൊള്ളും ദൃഢം. നല്ലതു മേന്മേൽ വരികെന്ന് അനുഗ്രഹിച്ച് അല്ലലൊഴിഞ്ഞു മറഞ്ഞാൾ ധരിത്രിയും. നല്ലത് മേന്മേൽ നിനക്ക് ഭാവിയിൽ നിനക്ക് നന്മയുണ്ടാകട്ടെ എന്ന് അമ്മ അനുഗ്രഹിച്ചിട്ട് മറഞ്ഞു അമ്മ ദേവി ധരിത്രി. തുല്യമതിയായ പ്രഹ്ലാദ ഭക്തി കണ്ടെല്ലാവരും ബഹുമാനിച്ചതേറ്റവും. അവിടെ നിന്നവരെല്ലാം ബഹുമാനിച്ച്. എന്താ കാരണം? ഇത്രയെല്ലാം ചെയ്തിട്ടും ഇതിൻ്റെ മണ്ടയിൽ നിന്ന് കെട്ടിവഞ്ഞിട്ടും തന്നെ കെട്ടുകളെല്ലാം അഴിഞ്ഞു. ഇതെല്ലാം സംഭവിച്ചപ്പോൾ എല്ലാവർക്കും പ്രഹ്ലാദനോട് അധികമായ ബഹുമാനവും ഭക്തിയൊക്കെ ഉണ്ടായി. പിതാവിനല്ല അവിടെ നിന്ന് കണ്ടവർക്ക് വല്ലാതെ കണ്ട് ഇളിഭ്യങ്കരം നേടിനാനല്ലോ. ഹിരണ്യകശിപുവാം വീരനും വീരനായിരിക്കുന്ന സർവത്തിനും ലോകനാഥനായിരിക്കുന്ന ദൈവമായിട്ട് ചമഞ്ഞിരിക്കുന്ന ഹിരണ്യകശിപുവിന് എന്ത് വന്ന് ഇളിഭ്യം ഉണ്ടായി, നാണക്കേടുണ്ടായി. എന്തൊക്കെയോ ചെയ്തിട്ടൊന്നും ഒന്നും നടക്കുന്നില്ല, ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായാൾക്ക് ഇളിഭ്യമായി. ഇല്ല ചതികളും അങ്ങവൻ ഏൽക്കയെന്നുള്ളിൽ ഉറച്ചു നിർലജനായി പിന്നെയും നല്ലവണ്ണം പറഞ്ഞ് അങ്ങ് ഊശനാന്തി ഈ ശുക്രാചാര്യരുടെ അടുത്തിലേക്ക് വീണ്ടും. കാരണം എന്തെല്ലാം ചതികൾ ഇല്ല, ചതികളും അങ്ങവ ഏൽക്കുന്നില്ല. എന്തെല്ലാം ചതിക്കാൻ ചെയ്തിട്ടൊന്നും ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഉള്ളിൽ ഉറച്ചിട്ട് നിർലജ്ജനായി അത്രമാത്രം നാണം കെട്ട് അയാൾ എന്ത് ചെയ്യുന്നു? പിന്നെയും നല്ല വണ്ണമൊക്കെ അങ്ങോട്ട് പറഞ്ഞങ്ങ് ഉശനാന്തിയെ ശുക്രാചാര്യ അടുത്തേക്ക് വീണ്ടും പഠിക്കാനായിട്ട് വിട്ടു. നല്ല ശിക്ഷയ്ക്കുടനാക്കി ഞാൻ പിന്നെ നല്ല ശിക്ഷ കൊടുത്ത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാണ് പിന്നെ വിട്ടേത്. കുഞ്ഞിനെ അവിടെയും തകർക്കണം എന്നുള്ള രീതിയിൽ ഇതിനെ എങ്ങനെയും അടിച്ച് പഴിപ്പിച്ചെങ്കിലും നല്ല ശിക്ഷ കൊടുത്ത് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ശുക്രാചാര്യ അടുക്കലേക്ക് വിട്ടു. ഭാഗ്യവാന്മാർക്കു ചെയ്യുന്നതെല്ലാം മഹാഭാഗ്യമായി വരൂ, നീക്കമില്ലേതുമേ. ഭാഗ്യവാന്മാർക്ക് എന്ത് ചെയ്താലും അവിടെ മഹാഭാഗ്യമായേ വരൂ. അതുകൊണ്ട് ഒരു നീക്കവും അതിന് വരത്തില്ല. എന്തെല്ലാം ചെയ്താലും കുഞ്ഞിന് ഭാഗ്യമുണ്ടോ ആ ഭാഗ്യം മഹാഭാഗ്യമായിട്ട് വരുന്നുണ്ട്. എത്രയൊക്കെ ചെയ്തിട്ടും വല്ലോ അവിടെ എറിക്കുന്നോ ഈ കുഞ്ഞിന്? അപ്പോൾ ഭാഗ്യവാന്മാർക്ക് ചെയ്യുന്നതെല്ലാം അയാൾ എന്തൊക്കെയോ ചെയ്ത് എന്നിട്ട് എന്തോ അതെല്ലാം മഹാഭാഗ്യമായിട്ട് വന്നുകൂടുന്നു. യോഗ്യമാം വിദ്യകൾ അഭ്യസിച്ചിടുവാൻ യോഗ്യനായി വന്നാൻ അവൻ പല കാലവും. യോഗ്യ പുരുഷനല്ലോ ഹൃദയസ്ഥനായി യോഗ്യം ഉദിപ്പിച്ചു നിൽക്കുന്നത് എപ്പോഴും. കുഞ്ഞിൻ്റെ ഉള്ളിൽ യോഗ്യ പുരുഷനായിരിക്കുന്ന പരമാത്മാവായ യോഗ്യ ഉത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാൻ നാരായണൻ അവൻ്റെ ഹൃദയസ്ഥനായിട്ടിരിക്കുന്നു. ഭഗവാൻ കുഞ്ഞിൻ്റെ ഹൃദയസ്ഥനായി യോഗ്യം ഉദിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു എപ്പോഴും. കാഷണകാലം മാത്രം പോലും ഈശ്വര സാക്ഷി യോഗം മറന്നിടുമാറില്ലവൻ. എന്താ അതിന് കാരണം? നമ്മളെല്ലാവരും ചിന്തിക്കണം. ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ എപ്പോഴും ഹൃദയസ്ഥനായിട്ട് ഭഗവാൻ എപ്പോഴും കൂടെ നിൽക്കുന്നത് എന്താ? കുഞ്ഞ് അങ്ങനെ ആയിട്ട് എങ്ങനെയാവുന്ന കാൽക്ഷണകാലം മാത്രം പോലും അല്പസമയം പോലും ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈശ്വര സാക്ഷി യോഗം മറന്നിടുമാറില്ല അവൻ. കുഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് കാൽക്ഷണ സമയം പോലും അവൻ മറക്കുന്നില്ല. എപ്പോഴും ഭഗവാനുള്ള ചിന്ത ആ ഉള്ളിലുണ്ട്. അപ്പോൾ പിന്നെ ഭഗവാനിൽ ഇറങ്ങിപ്പോകാൻ പറ്റൂ? അല്പസമയങ്ങളിൽ ഇറങ്ങി മാറി നിൽക്കാൻ ഭഗവാൻ പറ്റൂ? ഏത് സമയവും ഭഗവാൻ അവിടെ സാക്ഷിയോഗിയായിട്ട് നിൽക്കുക. സാക്ഷിയോഗം വെച്ചാൽ എപ്പോഴും ആ കാൽക്ഷണ കാലം മാത്രം പോലും ഈശ്വര സാക്ഷി യോഗം അവൻ മറക്കുന്നില്ല. അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് കുഞ്ഞ് എന്താ ചിന്തിക്കുന്നേ, എന്താ വിചാരിക്കുന്നേ?
താനും ഗുരുവും ജഗന്മയൻ മാധവൻ നാനാചരാ ആചാര്യനാം. നാനാചരത്തിനും അചരത്തിനും ആചാര്യൻ, നാനാചരാചര ആചാര്യനാം ഈശ്വരനും. അപ്പോൾ സർവ ജീവനുള്ളതിനും ചരിക്കുന്നതിനും ചരിക്കാത്തതിനും. നമുക്ക് ഈ ലോകത്ത് വൃക്ഷങ്ങളും അങ്ങനെയുള്ളതെല്ലാം ചരിക്കാത്ത ഒരു സ്ഥലത്ത് അനങ്ങാതെ നിൽക്കും, നടക്കാൻ പറ്റത്തില്ല. എന്നാൽ ബാക്കിയുള്ളതെല്ലാം പക്ഷിയും മൃഗങ്ങളും മനുഷ്യർക്കൊക്കെ ചരിക്കാൻ പറ്റും, ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനും നാനാചരാ അചരങ്ങളും അതിനെല്ലാം ആചാര്യനാണ് ഭഗവാൻ ഈശ്വരൻ. താനും ഗുരുവും, അതായത് ഈ കുഞ്ഞും അത് ഈ എൻ്റെ പേര് പ്രഹ്ലാദൻ ഗുരുവും, അതായത് ആരാണ് നമ്മുടെ ഗുരു? ഈശ്വരനെങ്കിൽ ഈശ്വരൻ, മറ്റു ഗുരുക്കന്മാരുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ താനും ഗുരുവും ജഗന്മയൻ മാധവൻ, അത് നാരായണനും, നാനാ ചരാചര ആചാര്യനാം ഈശനും, അത് എന്ത് വന്നാലും ആ ഗുരുവായിരിക്കുന്ന പരമാത്മാവും, നൂനം പ്രപഞ്ചവും ഈരേഴ് ലോകവും, അതായത് 14 ലോകവും അല്ലെങ്കിൽ ത്രിലോകമെന്നും പറയാം. ആ പ്രപഞ്ചവും മൊത്തവും ഈ ഈരേഴ് ലോകവും ആനന്ദപൂർവ്വം ഒന്നായി കണ്ടിരിപ്പവൻ. ഈ കുഞ്ഞ് ആനന്ദമായിട്ട് ഇതിനെല്ലാം ഒന്നായി കണ്ട് ഈശനും ഭഗവാനായ ഗുരുവും ഈശനും കുഞ്ഞും പ്രപഞ്ചവും അചരങ്ങളും എല്ലാം അങ്ങനെയുള്ള ആചാര്യനും എന്തെല്ലാം ഈ ലോകത്തുണ്ടോ ഇതെല്ലാം എന്താണ്? ആനന്ദപൂർവമായി ഒന്നായി കണ്ടിരിപ്പോൾ രണ്ടെന്നുള്ള ഇതില്ല. കുഞ്ഞ് എല്ലാം ഒന്നായി തന്നെ, ആ കുഞ്ഞും ഈ ലോകത്തുള്ള സർവ്വതും ഒന്നായി കാണുന്നു, പരമാത്മാവായി തന്നെ കാണുന്നു സർവ്വത്തിലും. അപ്പോൾ അതിന് അത്രമാത്രം അറിവാണ്, അത്രമാത്രം ഉള്ളിൽ ഇത്ര ജ്ഞാനം ഇരിക്കുന്നു. അപ്പോൾ പിന്നെ ഭഗവാൻ ആ ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കത്തില്ലേ? നാനാ ചരാചരാചാര്യനാം ഈശനും നൂനം പ്രപഞ്ചവും ഈരേഴ് ലോകവും ആനന്ദപൂർവ്വം ഒന്നായി കണ്ടിരിപ്പവൻ ദാനവാധീശ്വര നന്ദനൻ തന്നെ മാനസപത്മം പരമപുരുഷന് മൂലനിലയനമായി ചമഞ്ഞു സദാകാലം. അപ്പോൾ എന്താണ്? ആനന്ദപൂർവ്വം ഒന്നായി കണ്ടിരിപ്പവൻ കൂടാതെ ദാനവാധീശ്വര നന്ദനൻ തന്നെ ഈ പ്രഹ്ലാദൻ, ഈ ഹിരണ്യകശിപുവിൻ്റെ കുട്ടിയായിരിക്കുന്ന ഈ പുത്രൻ നന്ദനൻ തന്നെ മാനസപത്മം, ഹൃദയപത്മം, ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ മനസ്സാകുന്ന പത്മത്തിൽ പരമപുരുഷന് പരമാത്മാവായ നാരായണന് മൂലനിലയനമായി ചമഞ്ഞു, വാസസ്ഥലമായി മാറി. ഭഗവാന്റെ വാസസ്ഥലം ആ കുഞ്ഞിൻ്റെ ഹൃദയമായി മാറി, മാനസപത്മമായി മാറി. താമര പോലിരിക്കുന്ന ആ പത്മത്തിൽ, ആ മനസ്സിൽ ഭഗവാന്റെ മൂലനിലയനമായി. എന്താ മൂലനിലയനം? ഭഗവാന്റെ വാസസ്ഥലം, ഈശ്വരന് വസിക്കാനുള്ള സ്ഥലമായി മാറിക്കഴിഞ്ഞ അത്ര പരമശുദ്ധനാണ് ഈ കുട്ടി. എപ്പോഴും സദാസമയവും ഭഗവാനുള്ള ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയില്ല. അപ്പോൾ ക്ഷണം മാത്രം പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് മറക്കുന്നില്ല. ഏത് സമയം ഭഗവാൻ നാരായണൻ. അപ്പോൾ അവിടെ അതിൻ്റെ ഹൃദയമാകുന്ന പത്മത്തിൽ ഈ ഭഗവാനിങ്ങനെ നിലയനം വീട്, വാസസ്ഥലം. അപ്പോൾ മൂലനിലയനമായി ചമഞ്ഞു സദാകാലം. എപ്പോഴും ഭഗവാൻ അവിടെ വസിക്കുന്നു ഇതിൻ്റെ ഈ കുട്ടിയുടെ ഉള്ളിൽ. അതിനാൽ വിളങ്ങിനാൻ ഏറ്റവും. അതുകൊണ്ട് ഈ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? വിളങ്ങി തെളിയുന്നു. എപ്പോഴും ഇന്നത്തെ വിളക്കമല്ല നാളത്തെ വിളക്കം. എപ്പോഴെപ്പോഴും മേൽക്കുമേൽ കുഞ്ഞ് വിളങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. എത്ര കുന്നിൻ്റെ മണ്ടേന്നോ വീടിൻ്റെ മാളികയുടെ മുകളിൽ നിന്നോ എടുത്തിട്ടാലും കുഞ്ഞിനൊന്നും സംഭവിക്കുന്നില്ല. അവിടെ അതിനുള്ളിൽ എന്താ ഇരിക്കുന്നേ? ഭഗവാൻ നാരായണനാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്, പരമാത്മാവാണ്. ബാലൻ അവനെ വധിക്കരുതാഞ്ഞ് തൽക്കാലേ മുഴുത്ത വിചാരവും ഭീതിയും കൂടി തളർന്നു ദിതിസുതൻ വാടി കുഴഞ്ഞിടർ തേടിനാൻ മാനസേ. അയാള് ബാലൻ അവൻ ഈ കുഞ്ഞിനെ വധിക്കാൻ ഒക്കാഞ്ഞ്. അപ്പം ഈ കുഞ്ഞ് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസം പ്രതി മിന്നിട്ട് തോറും വിളങ്ങുന്നു. എന്താ കാരണം? കുഞ്ഞിൻ്റെ ഉള്ളിൽ സദാസമയം ഭഗവാൻ തന്നെയാണ്. ഈരേഴ് 14 ലോകവും ഗുരുവും ആചാര്യനും ഭഗവാനും ഈ കണ്ട എല്ലാ ജീവജാലങ്ങളും ഈ കുട്ടിയും സർവ്വതും ഈശ്വരനാണ് ഏകമായി കാണുന്നത്. ഏകം വെച്ചാൽ ഇതെല്ലാം ലോകത്ത് ഒന്നേ ഉള്ളൂ. ആ ഒന്നാകുന്ന അതെല്ലാം ലോകത്ത് ഭഗവാന്റെ എല്ലാം ഒന്നായി കാണുമ്പോൾ അവിടെ രണ്ടുണ്ടോ? അവിടെ ആരെങ്കിലും പ്രത്യേകിച്ചുണ്ടോ? വേറൊന്നായി ഉണ്ടോ? ഞാനും നീയെന്ന് പറയാൻ കുഞ്ഞിന് പറ്റുന്നുണ്ടോ? സർവ്വതിനെയും ഞാനെന്നും നീയെന്നും ഇല്ലാതെ സർവ്വം താനായി കാണുന്നു. തന്നിലിരിക്കുന്ന താൻ തന്നെയാണ് സർവ്വത്തിലിരിക്കുന്നതെന്ന് ആ കുട്ടി അങ്ങനെ മനസ്സിൽ അറിഞ്ഞു പെരുമാറുന്നു. അതുകൊണ്ടാണ് അവിടെ ദിനം ദിനം വിളങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞിനെ ബാലൻ അവനെ, അതുമല്ല കുഞ്ഞിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഉപാസിക്കാനുള്ള മൂലനിലയനമായി
അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഈ ബാലൻ അവനെ വധിക്കരുതാഞ്ഞ് തൽക്കാലേ മുഴുത്ത വിചാരവും ഭീതിയൊക്കെ വന്നു. ഈ പിതാവിനെ കൊണ്ടൊരു രക്ഷയില്ല. അപ്പോൾ അവിടെ എന്ത് വന്ന് വിചാരിച്ച് എന്താ ഇനി പറ്റുന്ന, അങ്ങനെ വിചാരവും ഭീതിയും കൂടി കലർന്ന് തളർന്നു ദിതിസുതൻ. അതായത് ദിതിയുടെ മകനാണല്ലോ ഹിരണ്യകശിപു, അവൻ്റെ അമ്മയുടെ പേരാ ദിതി എന്ന്. അപ്പോൾ ദിതി സുതൻ വെച്ചാൽ മാതാവിനെ ദിതി എന്ന് വിളിക്കുന്നത്. ദിതി അമ്മയുടെ പേരാണ്. അപ്പം അമ്മയുടെ മകൻ ദിതി സുതൻ വാടിക്കുഴഞ്ഞിടർത്തേടിനാൻ മനസ്സേ, മനസ്സെല്ലാം വാടിക്കുഴഞ്ഞ് തളർന്ന്. ഇത്രയെല്ലാം കുട്ടിയെ ആനയെ കൊണ്ട് എന്തൊക്കെയാ ചെയ്തത്, എന്നിട്ടൊക്കെ ഒന്നും നടക്കാതെന്നപ്പോൾ അയാൾക്കുള്ള മനസ്സിനകത്ത് വിഷമവും ഭീതിയും ഇനി എന്താണ് മാർഗം എന്നുള്ള തേടിക്കൊണ്ടിരിക്കുക മനസ്സ്. അങ്ങനെ ചെല്ലുന്ന കാലത്ത് ഒരു ദിനം അങ്ങ് ഗൃഹകൃത്യ വ്യഗ്ര മനസ്കനായി നിന്ന ഗുരുവിനെ കണ്ടു ദിതിസുതൻ നന്ദനൻ. ദിതിസുതൻ എന്ന് വെച്ചാൽ ഇത് ഇയാളെ പേര് ഹിരണ്യകശിപു. അയാൾക്കുള്ള നന്ദനനാരാ? പ്രഹ്ലാദൻ. അപ്പോൾ ഈ ദിതിസുത നന്ദനൻ എന്ന് പറയുമ്പോൾ ഹിരണ്യകശിപുവിൻ്റെ മകനാണ് നന്ദനൻ. ദിതി അമ്മ, സുതൻ ഹിരണ്യകശിപു, നന്ദനൻ കുട്ടി. അതിനാണ് ഇത് മൂന്നും കൂടെ ചേർന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് സംശയം വരുത്തല്ലേ, അതിനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ആര് കണ്ട് ഗുരുവിനെ അങ്ങനെ ഈ എന്താ ഇതിനൊരു മാർഗം എന്നും പറഞ്ഞ് പിതാവ് ദുഃഖിച്ചും വിഷമിച്ചും ഇനി എന്താ ഒരു പോംവഴി എന്ന് ഞാൻ നോക്കിയിരിക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങ് ഗൃഹകൃത്യ വ്യഗ്ര മനസ്കനായി നിന്ന ഗുരുവിനെ കണ്ടു. അതായത് ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ അവരുടെ വീട്ടുജോലിയുള്ള ഗൃഹത്തിന് വേണ്ടുന്ന കൃത്യനിഷ്ഠകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നിന്ന സമയത്ത് ഈ ഗുരുവിനെ കണ്ടു ദിതിസുത നന്ദനൻ. ആരാ? ഈ പ്രഹ്ലാദൻ, ദിതിസുത നന്ദനൻ, അതായത് ഹിരണ്യകശിപുവിൻ്റെ മകൻ പ്രഹ്ലാദൻ. ബ്രഹ്മചാരികളാകിയ ബാലകന്മാരെ അനുസരിച്ച് അന്തികെ. അങ്ങനെ ഈ ഗുരുക്കന്മാർ അവരുടെ മറ്റ് ജോലിക്കൊക്കെ പോയ സമയം നോക്കി ഈ കുട്ടി എന്ത് ചെയ്തു? ദിതിസുത നന്ദനൻ ബ്രഹ്മചാരികളാകിയ ബാലകന്മാരെ അനുസരിച്ച് അന്തികെ. ബാക്കി പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവിടെ, കൂടെ പഠിക്കുന്നവർ. ആ കുട്ടികൾ വഴിതെറ്റി പോവുകയാണ്. കാരണം ഈ അസുരന്മാരുടെ വേലയല്ലേ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഈ കുട്ടിക്ക് നാരദ മഹർഷി കൊടുത്ത ഗുണങ്ങളുള്ളതുകൊണ്ട് ഉള്ളിലുണ്ട്. മറ്റുള്ള കുട്ടികളെ ഈ ഗുരുക്കന്മാർ എന്താ പഠിപ്പിച്ചു വെക്കുന്നത്? വേറെ തെറ്റായ മാർഗങ്ങളാണ്, അസുരന്മാർക്ക് വേണ്ടുന്നതാണ് പഠിപ്പിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ മറ്റു കുട്ടികളെ ഈ ബ്രഹ്മചാരികളായ ബാലകന്മാരെ അനുസരിച്ച് അന്തികെ ഈ പ്രഹ്ലാദൻ വിളിച്ച് മധുരമായി ചൊല്ലിനാൻ. സന്തോഷത്തോടെ കുഞ്ഞ് പറയുന്നു മറ്റുള്ള പിള്ളേരെ, ഇവരുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അടുക്ക വിളിച്ചിട്ട് മധുരമായി ചൊല്ലിനാൻ. എങ്ങനെയാ? സന്തോഷമായിട്ട്. എന്നുവെച്ചാൽ എന്ത് കേട്ടാലും അമൃത് പൊഴിഞ്ഞ് വരണം, അതാണ് മധുരമായി ചൊല്ലുന്നത്. എന്താ പറയുന്നത്? ഞാനൊരു നല്ലതുണ്ടിന്ന് ചൊല്ലിയിടുന്നു മാനസതാരിൽ ഗ്രഹിപ്പിനെല്ലാവരും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അത് മാനസതാരിൽ നിങ്ങളുടെ മനസ്സിൽ ഗ്രഹിക്കണം. ഗ്രഹിപ്പിനെല്ലാവരും, മറ്റുള്ള കുട്ടികളെല്ലാം ഇത് തക്ക നോക്കി. എങ്ങനെയാ ഈ ഗുരുക്കന്മാർ വീട്ടുജോലികൾ മറ്റെന്തൊക്കെയോ ചെയ്യാൻ പോയ സമയം നോക്കിയാണ് ഈ കുഞ്ഞ് മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാണെന്നാ. ഞാനൊരു നല്ലതുണ്ട് ഇന്ന് ചൊല്ലിയിടുന്നു മാനസതാരിൽ ഗ്രഹിപ്പിന് എല്ലാവരും നിങ്ങളത് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ എന്താ പറയുന്നത്? മനുഷ്യനായാൽ ചെറിയ നാളെ മുതാ മനസ്സേ ഭാഗവത ധർമ്മനീതികൾ സാധിച്ചു കൊള്ളുക വേണം. മനുജന്മമിൻ വേദിനിയെങ്കിൽ ലഭിപ്പാൻ പണി തുലോ. നമ്മൾ ചെറിയ നാളിലെ മാനുഷനായാൽ ചെറിയ നാളെ മുതാ എന്ത് വേണം? മനസ്സിൽ ഭാഗവത ധർമ്മ നീതികൾ സാധിച്ചു കൊള്ളണം. നമുക്ക് ഈ ഭാഗവതം നമ്മൾ ഇത്രയും നാൾ വായിച്ചത് ഇതെല്ലാം ഉണ്ട്. വേറൊന്നും പ്രത്യേകിച്ച് എങ്ങൊന്നും കൊണ്ടുവരേണ്ട. മനസ്സിൽ എല്ലാ മക്കൾക്കും അറിയാമെന്ന് ഞാൻ ധരിക്കുന്നു. ഇത് ഇത്ര നാൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ വായിച്ചതൊക്കെ തന്നെയാണ് നമുക്ക് വരുത്തേണ്ടുന്നത്. ഇങ്ങനെയുള്ള ഭാഗവത ധർമ്മനീതികൾ സാധിച്ചു കൊള്ളുക വേണം. മനുഷ്യനായിട്ട് ജനിച്ചാൽ അത് ചെറിയ നാളേ വേണം. അല്ലാതെ ഇന്ന് ലോകത്ത് എന്താ പറ്റുന്നതെന്നറിയാമോ? എന്തിനാ ഇപ്പോഴേ ഭാഗവതം വായിക്കുന്നേ? എന്തിനാ ഇപ്പോഴേ ഭജിക്കുന്നത്? വയസ്സാകുമ്പം പോരെ ഇപ്പോഴേ കുട്ടിനാളിലെ സന്യാസിയായി പോകുമെന്നൊക്കെ പലരുടെയും ഒരു അജ്ഞാനമാകുന്ന അറിയാൻ വയ്യാത്തത്. കാരണം അവരുടെയൊക്കെ ധാരണ സന്യാസി ആയിപ്പോയാൽ പിന്നെ ഗൃഹം എങ്ങനെ നോക്കും, പെണ്ണ് കെട്ടാൻ പറ്റുമോ, കെട്ടിയ മക്കളൊക്കെ ഉണ്ടാവണ്ടേ, പിന്നൊരു തലമുറ വേണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകളാണ് ഇന്ന് അറിവില്ലാത്ത കുറേ ജനങ്ങളുണ്ട്.
അവർ ധരിക്കുന്നത് നമ്മൾ വയസ്സാകും എന്നുള്ളതിന് ഉറപ്പെങ്കിലും ഉണ്ടോ? എന്നും നമുക്ക് ഭരിക്കാനുള്ള എന്നാ നമുക്കറിയാൻ പറ്റുമോ? അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ആ കുട്ടി തന്നെ പറയുന്നത് നമ്മൾ കേൾക്കണം. മനുഷ്യനായാൽ ചെറിയ നാളേ കുട്ടിക്കാലം മുതലേ മനസ്സിൽ ഭാഗവത ധർമ്മനീതികൾ സാധിച്ചു കൊള്ളുക വേണം. മനുജന്മം ഈ മേദിനിയെങ്കിൽ, ഈ മനുഷ്യജന്മം ഈ ഭൂമിയിൽ മേദിനിയെങ്കിൽ ലഭിപ്പാൻ പണിതുലോ. നമുക്ക് മനുഷ്യജന്മം വരാൻ വലിയ പാടാണ്. ഈ കിട്ടുന്നത് നമുക്ക് വലിയ പുണ്യമാണെന്ന് കരുതണം. അപ്പോൾ നമുക്ക് മനുഷ്യജന്മം കിട്ടിയത് വളരെ വളരെ ഭാഗ്യമാകുന്നു. അത് ഇനി ലഭിപ്പാൻ അങ്ങനെ കിട്ടാനുള്ള അവകാശം നമുക്കില്ല. നമുക്ക് വലിയ കഷ്ടപ്പാടാണ്. മറ്റ് ജീവജാലങ്ങളായിട്ടൊക്കെ അങ്ങ് ജനിച്ചു പോകും. നമ്മുടെ കർമ്മവാസന പോലെയൊക്കെ നമുക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് വീണ്ടും വീണ്ടും ജനനം ഉണ്ടാകുന്നതും മരിക്കുന്നതൊക്കെ. അപ്പോൾ എന്ത് വരും? മനുഷ്യജന്മം കിട്ടാൻ വളരെ പാടാണ്. അതുകൊണ്ട് കിട്ടിയ സമയം പാഴിക്കളയാതെ ഈ ഭൂമിയിൽ അങ്ങനെ ജനിച്ചത് കൊണ്ട് നമുക്ക് ഇത് ഇനി ഒന്നുകൂടെ ജനിക്കുമെന്ന് നമ്മൾക്ക് ഉറപ്പില്ല. വേറെ വല്ല പ്രവൃത്തി ദോഷം കൊണ്ട് മൃഗമായോ അല്ല ഈച്ചയോ, നമുക്ക് ഇതിലുണ്ടല്ലോ ഭാഗവതത്തിനുണ്ടല്ലോ, ഈച്ചയായും എന്തെല്ലാം ആനയായോ കുതിരയായോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജനിക്കാമല്ലോ. നമ്മുടെ കർമ്മം പോലല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോവും. വളരെ പാടാണ് മനുഷ്യജന്മം കിട്ടാൻ. അതുകൊണ്ട് ഭാഗവത ധർമ്മ നീതികൾ സാധിച്ചു കൊള്ളണം. മനുജന്മം ഈ മേദിനിയെങ്കിൽ ലഭിപ്പാൻ വളരെ പണിതുലം, വളരെ പാടാണ്. പാരിൽ ഇത് ലഭിച്ചിടുകിലും, അഥവാ നമുക്കിങ്ങനെ ലഭിച്ചാലും പാരിൽ ഇത് ലഭിച്ചിടുകിലും ഓരാതെ പോയി കഴിയുന്നത് കാലവും. എങ്ങനെയാ? നമുക്കങ്ങനെ ലഭിച്ചാൽ പോലും നമ്മൾ പുനരോരാതെ പോയി കഴിയുന്നത് കാലവും. നമ്മൾ അറിയാതെ തന്നെ സമയങ്ങളങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയത്തില്ല. നമുക്ക് തോന്നും ഇനി നാളെ ആവട്ടെ. നമുക്ക് നാളെ പ്രാർത്ഥിക്കാം, നാളെ തൊട്ട് നമുക്കൊരു ഭാഗവതം വായിച്ച് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് സപ്താഹത്തിനോ മറ്റതിനൊക്കെ അടുത്ത വർഷമായിട്ട് പോയി കേൾക്കാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കാലം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. എന്നിട്ടോ വാർദ്ധക്യകാലങ്ങൾ രണ്ടെങ്കിലും ചാലേ പ്രവർത്തിക്ക് ശക്തി ഇല്ലേതുമേ. ഇപ്പോൾ ഒരു വാർദ്ധക്യകാലം വന്നാൽ നമുക്ക് ശക്തി ഉണ്ടോ? നമുക്ക് അസുഖങ്ങളും ദേഹത്തിൻ്റെ ആരോഗ്യക്കുറവും എല്ലാം കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും വല്ലതും എന്തെങ്കിലും വെള്ളമോ കഞ്ഞിയോ ആരും തന്നാൽ കുടിച്ചോണം കിടക്കും. ഭഗവാനെ പ്രാർത്ഥികളിലെ യാതൊരു ശക്തിയും കിട്ടത്തില്ല. ബാല്യകാലവും അങ്ങനെയാണ്. കുട്ടിക്കാലത്ത് നമ്മൾക്ക് കളിയും ഇങ്ങനെയൊക്കെയുള്ള പല കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഭക്തിപരമായിട്ട് ഇരിക്കണമെന്നോ ഭാവിയിൽ ഇങ്ങനെ വരുമെന്നോ എത്ര ആൾ ജീവിക്കുന്നോ കുഞ്ഞിനെ അറിയത്തില്ല. അപ്പോൾ ബാല്യവും വാർദ്ധക്യവും നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള സമയം വല്ലാത്തൊരു രീതിയായിട്ടങ്ങ് പോകും. അതാ ബാല്യവും വാർദ്ധക്യ കാലങ്ങൾ രണ്ടെങ്കിലും ചാലേ പ്രവർത്തിക്ക് ഈ ഭക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ശക്തിയില്ലേതുമേ. ഇപ്പം എന്തെങ്കിലും ഒന്ന് ഭാഗവതം വായിക്കുകയോ ഒക്കെ ചെയ്യാൻ നമുക്ക് വായിക്കാനൊക്കാത്ത വിറയിൽ വരും. ആരോഗ്യം ക്ഷയിക്കുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ എനിക്ക് കൂടെ ഉണ്ട് ഇങ്ങനെ നാമജപം പോകുന്നുണ്ട്. കാരണം എൻ്റെ സൗണ്ട് ലെവലായിട്ട് വരുന്നില്ല, വിറയിൽ വരുന്നു. ശരീരം വിറയ്ക്കുമ്പം നമ്മുടെ സൗണ്ടും വിറയ്ക്കും. അതിൻ്റെ പ്രായം അങ്ങനെയാണ്. അപ്പം നമുക്ക് പറ്റത്തില്ല. അതിന് നമുക്കൊരു പ്രായം ബാല്യവും വാർദ്ധക്യവും അങ്ങനെ അങ്ങ് പോകും. ചാലേ പ്രവർത്തിക്ക് ശക്തിയില്ലേതുമേ. യൗവനത്തെങ്കിൽ അഹങ്കാരയുക്തരായി ഗർവികളായി ധനകാമികളായി ഓരോ രാഗദ്വേഷാദി വിവശരായി അനുഭോഗികളായി വരും മായാബലവശാൽ. ഭഗവാന്റെ മായ കൊണ്ട് നമ്മൾ മായയിൽ ചുറ്റിപ്പറ്റി കറങ്ങിക്കിടക്കും. യൗവനകാലം വരുമ്പോൾ അപ്പോൾ എന്ത് വരും? യൗവനകാലം ഗർവികളാവും, അഹങ്കാരികളാവും. തിന്നുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും അഹങ്കാരം വർദ്ധിച്ചിട്ട് ഞാനങ്ങ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഭാവിയൊക്കെ നടന്നിട്ട് വിവശരായി ഗർവികളായി നമുക്ക് എവിടെ പോയാൽ ധനം കുറേ പണം വാരി കൂട്ടാൻ പറ്റുന്ന ഒരു അവസരമാണ് ആ യൗവനകാലം. പിന്നെ ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുന്നു, അപ്പോൾ കുറേ പണം വേണം, എല്ലാവരെക്കാളും മെച്ചം പിടിക്കണം, ഇങ്ങനെയുള്ള കുശുമ്പും കുന്നാമത്തും എല്ലാം ആയി നിറയുന്നൊരു സമയമാണ് ഈ യൗവനകാലം. അപ്പോൾ അങ്ങനെയും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ യൗവനകാലത്തെങ്കിൽ അഹങ്കാരയുക്തരായി ഗർവികളായി ധനകാമികളായി ഓരോ രാഗോ ദേഷ്യവും വിവശരായ അനുഭോഗികളായി വരും മായാ ബലവശാൽ. ഇതെല്ലാം മായ കൊണ്ട് വരുന്നതാണ്. മായ കുട്ടിനാളിലെ ഭഗവത് ഭക്തനായി ഭഗവാന്റെ കഥകളൊക്കെ പഠിച്ചു വന്ന കുട്ടികൾക്കാണെങ്കിലോ മായ മാറും. അപ്പോൾ യൗവനം വന്നാലും വാർദ്ധക്യം വന്നാലും എപ്പോഴും ഉള്ളിൽ ഭഗവാനായിരിക്കും. അത് ഞാൻ എൻ്റെ അനുഭവം പറയുവാണ്. അതാണ് ഞാൻ തന്നെയാണ് എൻ്റെ അനുഭവം ഗുരു. അപ്പോൾ കുട്ടിനാളിലെ അങ്ങനെ കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക്
പിന്നെ കൂടുതൽ വാരി കൂട്ടണമെന്നോ രാഗോ ദേഷ്യമോ എന്നുവെച്ചാൽ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല ഇനിയും വേണം അങ്ങനെയുള്ള ഓരോ ചിന്തകളോ കിട്ടുന്നത് പോരാന്നുള്ള വിഷമോ ഒന്നും തന്നെ ഇല്ല. എന്താ കാരണം? നമ്മൾ ഇപ്പോൾ എല്ലാവരെയും ഒന്നായി കാണാനും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാനും ഉള്ളതിപ്പങ്കലും കൊടുക്കാനും ഇങ്ങനെ എല്ലാം കൊണ്ടും പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരു പ്രത്യേക സമയം എല്ലാം ഒന്നുപോലെ യൗവനം വന്നാലും വാർദ്ധക്യം വന്നാലും ബാല്യകാലത്തെല്ലാം ഒരേ അവസ്ഥയായിരിക്കും. അതിനാണ് കുട്ടിനാളൊട്ടേ നമ്മൾ ശീലിച്ചാൽ നമുക്ക് എപ്പോഴും ഒരേ അവസ്ഥയായിരിക്കും. വാർദ്ധക്യകാലം വന്നാലും നമുക്ക് ശക്തി കിട്ടും, ഭഗവാനിൽ നിന്നൊരു ശക്തി നമുക്കുണ്ടാവും. അങ്ങനെ രാഗദ്വേഷാദി വിവശരായ അങ്ങ് അനുഭോഗികളായി വരും മായാ ബലവശാൽ. അപ്പോൾ മായ മാറും കുട്ടിനാളിലെ. ഇങ്ങനെ നമുക്കറിയാം നമ്മളെ ഒരു മായയും വന്ന് ബാധിക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്ന കണക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു മായയും കയറത്തില്ല. ഇത് അറിവില്ലാത്തവർക്കാണ് ഈ മായ കൊണ്ട് അവരെ ചുറ്റിപ്പറ്റി കറങ്ങി അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് അടിച്ച് പല രീതിയിൽ എന്തെല്ലാം പുക്കാറ് കാണിക്കാൻ ലോകത്ത്. അതെല്ലാം എന്താ? ഈ ലോകം അങ്ങനെയാണ്. മറ്റുള്ളവരെ കാണിക്കുമ്പോൾ നമുക്ക് ഇത്തൂടെ കാണിക്കണം, ഇങ്ങനെ വാശിയും വൈരാഗ്യവും എന്നുള്ള രീതിയിൽ അങ്ങ് പോകും. അതുകൊണ്ട് ഇവിടെ പറയുന്നു രാഗദ്വേഷാദി വിവശരായ അങ്ങ് അനുഭോഗികളായി വരും മായാ ബലവശാൽ. മറ്റൊരു ജാതികൾക്കും പുരുഷാർത്ഥം ഇങ്ങുറ്റ് സാധിപ്പാനായിരുന്നു അത് നിർണയം. ഈ പുരുഷാർത്ഥം സാധിക്കാൻ മനുഷ്യജന്മത്തിന് മാത്രമേ പറ്റൂ. മറ്റു ഒരു ജാതിക്കും പക്ഷിക്കോ മൃഗത്തിനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഉള്ള സമയം പാഴിക്കളയാതെ ഭഗവാനെ ആരാധിച്ച് ഈ ഭാഗവത ധർമ്മ നീതികളെല്ലാം പഠിക്കാമെങ്കിൽ നമുക്കും പ്രഹ്ലാദനെ പോലെ ആകാം. ഭക്തിയും വർദ്ധിക്കും, ഒരു വിഷമവുമില്ല. അതുകൊണ്ട് പുരുഷാർത്ഥം ഇങ്ങുറ്റ് സാധിപ്പാൻ അരുത് അത് നിർണയം. മറ്റൊരു ജാതിക്കും പറ്റത്തില്ല, മനുഷ്യർക്ക് മാത്രമേ അതുള്ളൂ. ഇങ്ങനെ വരുത്താനുള്ള ബുദ്ധിയും ശക്തിയൊക്കെ ഉള്ളൂ എന്നിതെല്ലാം വിചാരിച്ച് കാണുമ്പോൾ നിഹ മാനുഷന്മാരായ ചമകിലോ ചെമ്മേ ഭഗവൽ പദാംബുജ സേവയ ജന്മഖേദം ഒഴിച്ചിടുക വേണ്ടതും നന്നായി നിരൂപിച്ചു കൊള്ളുവിനെല്ലാവരും. ഈ കുട്ടി ഇതെല്ലാം ആരോടാ പറയുന്നേ? മറ്റ് ശിഷ്യന്മാരായ കുട്ടികൾ കൂടെ ഉണ്ട്, അവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഗുരുക്കന്മാർ മറ്റ് തൊഴിലും കൊണ്ട് എന്തിനോ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരുമായിട്ട് നോക്കി പോയപ്പോൾ ഇവരെല്ലാം ഒന്നിച്ചു കൂടിയപ്പോൾ ഈ പ്രഹ്ലാദൻ മറ്റുള്ള കുട്ടികൾ കൂടെ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അതുകൊണ്ട് ഉള്ള സമയം പാഴിക്കളയേണ്ട, ബാല്യകാലത്ത് തന്നെ ഇതെല്ലാം വേണം. കുട്ടിക്കാലത്തെ ഇത് ഭാഗവത ധർമ്മനീതികളൊന്ന് പഠിക്കണം, അല്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല, സമയം പൊക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബാല്യവും വാർദ്ധക്യവും അങ്ങനെ അങ്ങ് പോവും. യൗവനം മാത്രം വരുമ്പോഴോ അഹങ്കാരികളായി പോകും നമ്മളെല്ലാവരും, ധനത്തിനെ മോഹിച്ച് നടക്കും. അതുകൊണ്ട് ഇതെല്ലാം ഈ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു. ചെമ്മേ ഭഗവത് പദാംബുജ സേവയ. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ ഭഗവാന്റെ അംബുജ സേവ ചെയ്യണം. ജന്മഖേദം ഒഴിച്ചിടുക വേണ്ടത്. നമ്മുടെ ജന്മഖേദം, നമ്മൾക്ക് ഈ ജന്മം കൊണ്ട് നമുക്ക് തൃപ്തി വരണം. എല്ലാത്തിനും തൃപ്തനായി എല്ലാത്തിൽ നിന്നും വിരമിച്ച് മോക്ഷത്തിലേക്ക് പോകണം. അതുകൊണ്ട് ജന്മഖേദം ഒഴിച്ചിടുക വേണ്ടത് നന്നായി നിരൂപിച്ചു കൊള്ളുവിൻ എല്ലാവരും. നിങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കൂ, നിങ്ങളെ ഉള്ളം കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, എല്ലാവരും നിരൂപിക്കൂ. എന്നവൻ ചൊന്നത് കേട്ടതാ ബാലരും ചൊന്നാർ നിനക്കും അവിടെ ഈ ഞങ്ങൾക്കും ഒന്നു തന്നെ ഗുരുവില്ല ഒരു സംശയം. എന്നാകയാൽ ഇത് നിന്നോട് ചൊന്നത് ആരെന്നിതു കേട്ടറിയുന്നില്ല ഞങ്ങളോ. അപ്പോൾ എന്താ പറയുന്നത്? ഈ കുട്ടിയുടെ ഈ പ്രഹ്ലാദനോട് ചോദിക്കുന്നത് നിനക്കും ഞങ്ങൾക്കും എല്ലാം ഗുരു ഒന്നാണല്ലോ, പിന്നെ നിനക്ക് ഈ തത്വങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടി? ഈ ഭാഗവത ധർമ്മ നീതികളും ഇങ്ങനെയെല്ലാം ആണ് നിനക്ക് എവിടുന്നാ ഇതൊക്കെ കിട്ടിയത് എന്നാണ് കുട്ടിയുടെ ചോദിക്കുന്നത്. എനിക്കും നിനക്കും എല്ലാം ഗുരു ഇവിടെ ഒന്നാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നവൻ ചൊന്നത് കേട്ട ബാലനും ചൊന്നാൽ നിനക്കും അവിടെ ഈ ഞങ്ങൾക്കും ഒന്നു തന്നെ ഗുരുവില്ല ഒരു സംശയവും ഇല്ല, എല്ലാവർക്കും ഒരേ ഒരു ഗുരു തന്നെ. എന്നാകയാൽ ഇത് നിന്നോട് ചൊന്നത് ആരെന്നത് കേട്ടറിയുന്നില്ല ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിനക്കിതൊക്കെ എവിടുന്ന് കിട്ടി ഇത്രയെല്ലാം നല്ല പാഠങ്ങൾ? ഞങ്ങൾക്ക് നിൻ വചനാമൃതം കേൾക്കയാൽ ഈ അകതാർ തെളിഞ്ഞിടുന്നതേറ്റവും. നിന്റെ ഈ മധുരമായിരിക്കുന്ന ഈ വചന അമൃതം, ഇതാണ് അമൃത്, ഭഗവാന്റെ അമൃതാണിത്. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ അകതാർ തെളിയുന്ന, ആ കുഞ്ഞുങ്ങൾക്കും അകതാർ ഇങ്ങനെ തെളിയുന്നു. ഭഗവാന്റെ വചനങ്ങൾ കേട്ട് ഈ മധുരമായി ഈ കുട്ടി ഇങ്ങനെ, എനിക്ക് സമയം പോയിട്ട് ഞാൻ വെക്കങ്ങ് 28 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ആ ഹൃദയത്തിനകത്ത് അവരുടെ ഉള്ളും തെളിയുന്നു. നമുക്കിനി അടുത്ത ദിവസം ആകട്ടെ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.